മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നലെ മൂന്നാറിൽ വന്നു, അതുപോലെ ഇന്ന് രാവിലത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിന് ശേഷം ഞങ്ങളിപ്പം സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ വണ്ടിയിൽ കാട്ടിൽ കൂടെ നമ്മൾ രാവിലെ ഇരുമ്പഴി ഒന്ന് സഞ്ചരിച്ചായിരുന്നു. എന്തായാലും നമുക്ക് വീണ്ടും ആ വഴി കൂടെ ഒന്നും കൂടെ പോകാം. നല്ല മനോഹരമായ ഭാഗത്തൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. മൊത്തം ഏലക്കാടാണ്. നമ്മളിപ്പം ആനച്ചാല് ചിത്തിരപുരം റൂട്ടിൽ കൂടെ കയറി പള്ളിവാസൽ ചെന്നിട്ടാണ് മൂന്നാറിലേക്ക് വീണ്ടും പോകുന്നത്. അത് നല്ല ഇവിടെയൊക്കെ കേട്ടോ ഈ ബലൂണിൻ്റെയൊക്കെ സംവിധാനങ്ങളുണ്ട്. മറ്റേ പാരച്യൂട്ട് ഒക്കെ സംഭവം ഉണ്ടല്ലോ, അപകടമൊക്കെയാണ്. എന്നാലും ഇവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ നേരെ ചിത്തിരപുരം തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ നേരെ പള്ളിവാസൽ, നേരെ മൂന്നാർ. നൈറ്റ് ഇന്നലെ വന്നുകൊണ്ട് ആ ചിത്തിരപുരത്തെ ആ തേയിലത്തോട്ടത്തിൻ്റെ ഒന്നും ഭംഗി നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇപ്പം ചിത്തിരപുരം പള്ളിവാസൽ വഴി നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ, വഴിയൊക്കെ എല്ലായിടത്തും വണ്ടി തിരക്കാണ്. അവധി കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് മൂന്നാറിലേക്ക് തന്നെ പോകുന്ന പോലെയുണ്ട്. ശരിക്കും എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് നമ്മുടെ ഈ ഒരു ആനച്ചാല്, അതേപോലെ തന്നെ പള്ളിവാസൽ, ചിത്തിരപുരമൊക്കെ ഏരിയ. നല്ല മഴക്കാർ വരാൻ ചാൻസ് ഉണ്ട്, മഴ വരാൻ ചാൻസ് ഉണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. കണ്ടോ, വാ ബ്യൂട്ടിഫുൾ. ശരിക്കും ആ ഒരു പച്ചപ്പും ചെറിയൊരു ഗ്രേ കളറും മഴക്കാറിൻ്റെ ബ്ലൂ ഒക്കെ ആകുമ്പോൾ ആ കാണാൻ തന്നെ നല്ലൊരു ചേലാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു കോടയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ബൈക്കിൽ വന്നപ്പോൾ എനിക്ക് കോടയൊന്നും കിട്ടിയില്ല. പക്ഷെ ആ ഇന്നത്തെ കോട എനിക്ക് ശരിക്കും കിട്ടേണ്ടത് അന്നായിരുന്നു, ബൈക്കിന് വരുമ്പോഴത്തേക്ക്. പക്ഷെ ബൈക്കിന് വന്നപ്പോൾ കിട്ടിയില്ലല്ലോ. കാറിന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ നേരെ പള്ളിവാസൽ ഭാഗത്തേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ് വഴിയിൽ. അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മൂന്നാറിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഫോൺ അടിച്ചിട്ടൊരു കാര്യമില്ല മക്കളെ, നല്ല തിരക്കാണ് ഈ വഴി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാറിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും ഓരോ വ്യൂ പോയിന്റുകൾ കാണുന്നേക്കാളും എനിക്കിഷ്ടം ഈ റോഡിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓരോ വ്യൂ പോയിന്റ് ചെന്നിട്ട് ഇറങ്ങി, ഒന്നാമത് പാർക്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇറങ്ങി എനിക്ക് ശരിക്കും ഇങ്ങനെ റൈഡ് ചെയ്ത് അങ്ങ് പോകണം. അത് ശരിക്കും ഞാൻ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഓടിക്കും. എന്നാലും ബൈക്കിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതിനകത്ത് ആരെന്ത് പറഞ്ഞാലും ബൈക്കിന് വരുമ്പോൾ വേറൊരു ഫീലാണ്. പക്ഷെ നമ്മളെന്താ കൂട്ടത്തോടെ വരുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുമ്പോഴോ ബൈക്കിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് കാറിന് വരുമ്പോൾ കാറിൻ്റേതായിട്ടുള്ള വേറൊരു ഫീൽ ഉണ്ടാകും. പക്ഷെ കോടയൊക്കെ കിട്ടുമ്പോൾ അവർ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ, അത് കാറിനകത്തിരുന്നാൽ കിട്ടത്തില്ല. പക്ഷെ എന്താ നമ്മളിപ്പം ഫാമിലി ആയിട്ട് വരുമ്പോൾ കാറിനെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടം ബൈക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ കാറിന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ഒന്ന് എൻജോയ് ചെയ്യണം, യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പം രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, പോരായ്മകളും ഉണ്ട്. കേട്ടോ, ഇതേപോലത്തെ കാഴ്ചകൾ കിട്ടണമെങ്കിൽ മൂന്നാറിലേക്ക് തന്നെ വരണം. തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുന്ന പോലെ. പിന്നെ വാൽപ്പാറയിൽ കുറച്ച് ഭാഗത്തുണ്ട്. എന്നാലും ആ തേയിലകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ആ ഭംഗി കാണണമെങ്കിൽ മൂന്നാർ തന്നെ വരണം. എസ്പെഷ്യലി അത് ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെ പോകണം. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി, നല്ല കാഴ്ചകൾ. അത് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ഏരിയയിലോട്ട് കയറുകയാണ്, അതായത് ആ റോട്ടിലോട്ട്. ഇനി ഇവിടെ പോകുമ്പോൾ പല വ്യൂ പോയിന്റുകളുണ്ട്. നോ പാർക്കിംഗ് ഇവിടെ ഇതും വെച്ചിട്ട് നോ പാർക്കിംഗ്. അവിടെ കൊണ്ടൊന്നുമില്ല അല്ലേ, അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ. നമ്മൾ ഗാർഡനിലെത്തി. ഇപ്പം നമ്മൾ ഗ്യാപ്പ് റോഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തോട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഗാർഡൻ്റെ അവിടെ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗാർഡൻ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പം ഗാർഡനിലോട്ട് കയറിയിട്ടില്ല, ഞാൻ ഗാർഡനിലോട്ട് പോകുന്നില്ല. ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ മാത്രം ഇങ്ങനെ എടുക്കുന്നുള്ളൂ. ചേട്ടനൊക്കെ ഗാർഡനിൽ കയറുന്നുണ്ട്. ആ ഗാർഡനിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ചേട്ടൻ്റെ ക്യാമറയിൽ വരും. മനോഹര അല്ലേ, കിടു. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വഴക്ക് പറയും. അത് കിടു ലുക്ക്. നമ്മുടെ പാർക്കിംഗ് ഏരിയയിലാണ്. റിപ്പിളിൻ്റെ ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ഇവിടെ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, മനോഹരം ബാക്കി ഞാൻ മാറ്റുന്നു, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകൾ.
ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇങ്ങനെ കേറാം. ഇവിടെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാടിയാ. അവൻ്റെ കാഴ്ചകൾ, ഗാർഡനിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കണ്ടല്ലോ. ഞാൻ ഗാർഡനിൽ കയറിയില്ല, ചേട്ടൻ എടുത്ത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തോട്ട് പോവുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നിർത്താതിരിക്കുന്നത് എങ്ങനെയല്ലേ? ഇത് നിർത്തി മനോഹരമായിട്ടുള്ള കാഴ്ച. ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചത് കേട്ടോ. അത് ഇങ്ങനത്തെ കാഴ്ചകൾക്കൊന്നും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും. അത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇച്ചടാ, ഇവിടുത്തെ തേയിലകളെല്ലാം പോയല്ലേ, കളഞ്ഞു. ഇതേപോലെ മുന്നോട്ട് പല ഭാഗങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെ കളഞ്ഞോ ആവോ. പക്ഷെ ഉള്ള ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്ന തേയിലകൾ പകുതി കളഞ്ഞത് 5 വർഷമോ 8 വർഷം കണ്ട് കൂടുമ്പോഴത്തേക്ക് തേയിലകൾ കളഞ്ഞിട്ട് പുതിയത് വെക്കണമെന്നുള്ളതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മൾ നേരെ ഫോട്ടോ പോയിന്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പല സ്ഥലങ്ങളിലും തേയിലകളെല്ലാം കളഞ്ഞിട്ട് വീണ്ടും നട്ടു വളർത്തുകയാണ്. റോഡുകളൊക്കെ അടിപൊളിയാണ് മൂന്നാറിലെ. ഇവിടെയെല്ലാം വണ്ടികൾ ഇടാൻ പോലും ഇടയില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ പോയിന്റ് അവിടെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഒതുക്കാം. പോലീസുകാർ വന്ന് ഓടിക്കോ ഇല്ലൊന്നും അറിയത്തൊന്നുമില്ല, എന്നാലും ഇവിടെ ഒതുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗാർഡനൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന വഴിക്കാണ് ഫോട്ടോ പോയിന്റ്. ഇവിടെ തിരക്ക് കുറവാണ്, പക്ഷെ കുറച്ച് കണ്ട മനോഹരമായിട്ടുള്ള ഈ ഒരു വ്യൂ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. വണ്ടികൾ കയറി വരുന്ന വിഷ്വൽ കിട്ടുമില്ല എന്നുള്ള അറിയാം. വാവ്, അതേ ഈ ഒരു ഏരിയ നോക്കുമ്പോഴാണ് ശരിക്കും ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. ഇന്നിപ്പോൾ മഴക്കാറായതുകൊണ്ട് ചെറിയൊരു ഇരുളിമയുണ്ട്, പക്ഷെ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ദിവസമാണ് എങ്കിൽ ഇവിടെ കാണാൻ ഒന്നും കൂടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും റിപ്പിളിൻ്റെയൊക്കെ ആ ഒരു എസ്റ്റേറ്റാണ് ഇത്. കിടു ലുക്കാണ് എന്തായാലും. പിന്നെ ഇവിടെ എല്ലാം വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. മൊത്തവും ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുതിര സഫാരിയൊക്കെ എടുക്കാം. ഞാൻ എന്തായാലും എടുക്കുന്നൊന്നുമില്ല. ഫോണൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് കഴിക്കുന്നില്ല, അപ്പഴേന്ന് മാറിയിട്ട് കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഫോട്ടോ പോയിന്റിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു ഏരിയയിൽ നല്ല തിരക്കാണ്. നമുക്കിവിടെ വണ്ടിയൊന്നും ഇടാനുള്ള സൗകര്യങ്ങളില്ല. മാത്രമല്ല കേട്ടോ, നമ്മൾ വണ്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ പോലീസുകാർ വന്നിട്ട് പെറ്റി ഇടിക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന സമയത്ത് തന്നെ പല വണ്ടികളും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെറ്റി ചില ആൾക്കാരില്ല എങ്കിൽ പെറ്റി ഇവിടെ എഴുതിയിട്ടിട്ടാണ് പോകുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നാമത് ഓരോ പോയിന്റ് ചെയ്തിടുന്നുണ്ട്, പക്ഷേ അല്ലെങ്കിൽ പോയിന്റുകളുണ്ട്, നമുക്ക് വ്യൂ പോയിന്റുകളുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാതെ നമ്മൾ എങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ട് പോയാൽ മതി. ബൈക്കിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടങ്ങ് പോകും. എല്ലാവരും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എവിടെയെങ്കിലും നിർത്തണമല്ലോ. ആ നിർത്താനുള്ള ഏരിയ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഈ വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ സാധിക്കും? അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ, പാർക്കിംഗ് ഇല്ലാത്തത്. നമുക്ക് എലിഫന്റ് സഫാരി ഉള്ള ഭാഗത്തൊന്ന് കയറാം. ഇല്ലേ? ഓ, ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല എലിഫന്റ് പാർക്കിൽ. അതോ ഇപ്പം എലിഫന്റ് പാർക്ക് ഉണ്ടോ എന്നറിയില്ല. ഇവിടുത്തെ സ്കൂളാണ്. അടിപൊളി കാഴ്ചകളിലോട്ട് വീണ്ടും
ഇപ്പം നമ്മൾ വന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാഴ്ചകൾ കണ്ടു പോവുകയാണ് അല്ലേ. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ പോയിന്റുകളിലും ഇറങ്ങി ഇങ്ങനെ വരുന്ന ചിലവർക്ക് ഇഷ്ടമില്ലായിരിക്കും. ചിലവർക്ക് ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും ഒരുപാടുള്ളത്. അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ഇട്ടേക്ക് കേട്ടോ. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമുക്കിങ്ങനെ ഓരോ വഴി കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്ന് നിർത്താം. ഒന്ന് ഇട കിട്ടിയ സ്ഥലമാണ്. ഇറങ്ങണ്ട. അതെന്താണെന്നറിയോ, അവിടെ ഞങ്ങൾ നിർത്തി ആ തേയിലത്തോട്ടത്തിൽ കയറണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതിനകത്തുള്ളവരെ എല്ലാവരും സെക്യൂരിറ്റീസ് ഇറക്കി വിടുവാണ്. അവിടെ കയറാൻ പറ്റത്തില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളും അവിടെ കയറാൻ പറ്റിയില്ല. കറക്റ്റ് നമ്മൾ ചെന്ന് ഇറങ്ങുകയും അവിടെ നിന്ന് എല്ലാവരെയും ഇറക്കി വിടുകയും കൂടെയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് യോഗയില്ല അമ്മിനി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റിയില്ല. ചെറിയ മഴകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പാട്ടൊക്കെ കേട്ടങ്ങ് പോകുന്നു. നല്ല തിരക്കാണ് എൻ്റെ മക്കളെ, നല്ല തിരക്കാണ്. ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വശം ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വശം ഇങ്ങനെ ബ്ലോക്കാണ് കേട്ടോ. നല്ല ബ്ലോക്കാണ് ഗൈസ്. വാല വണ്ടികൾ കിടക്കുവാണ്. പണ്ട് കൊടൈക്കനാൽ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഇന്ന് ഞങ്ങൾ അവധി സമയമാണ്. പക്ഷേ ഇന്ന് സൺഡേ അല്ല, ഇന്ന് മൺഡേ ആണ്. എന്നിട്ടും ഭയങ്കര തിരക്കാണ്. എല്ലാവരും അവധിയായിട്ട് മൂന്നാർ കാണാൻ വേണ്ടി പോരുമെന്ന് തോന്നുന്നു. പോരട്ടെ, എല്ലാവർക്കും കാണണമല്ലോ അല്ലേ. പക്ഷേ ബ്ലോക്ക്, മഴ എല്ലാം കൂടെ മഴ കിടുവാണ് കേട്ടോ. പക്ഷെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഗൈസ്, അങ്ങ് ദൂരെ മൊത്തം വണ്ടി കിടക്കുന്നത് നിങ്ങൾക്ക് ഗോപ്രോയ്ക്കകത്തൂടെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല ബ്ലോക്കാണ്. പക്ഷെ നല്ല വ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. നമ്മളെ മാട്ടുപ്പെട്ടിയിലോട്ട് പോയിരുന്ന വഴിക്കുള്ള തേയില ഫാക്ടറിയുടെ വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ വണ്ടി കിടക്കുന്നത്? ഇങ്ങനെ കിടക്കാൻ തുടങ്ങി കുറേ നേരമായി കേട്ടോ. ഒരു രക്ഷയില്ല, വണ്ടി അനങ്ങുന്ന ഒരു കാര്യമില്ല. ഒന്ന് അനങ്ങി കേട്ടോ. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ എത്തി. പക്ഷേ ഈ ഒരു ഏരിയയിൽ വണ്ടി ഇടിയിരിക്കുന്നില്ല. അങ്ങോട്ടേക്ക് പാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. പക്ഷേ അവിടെ പാർക്കിംഗ് ഫുള്ളാണെന്ന് പറഞ്ഞു. ഒരു 10-20 വണ്ടി കയറി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഫുള്ളാവും. ഇവിടെയും നമുക്ക് പാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് വലിയൊരു നഷ്ടം. ഇങ്ങനെ നമ്മളിന്ന് വണ്ടിയിൽ ഇരുന്ന് കാഴ്ചകൾ കാണും. അങ്ങനെ ഗൈസ്, നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. വഴി മൊത്തം ബ്ലോക്കാണ്. മാത്രമല്ല പാർക്കിംഗ് ഇല്ല. അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് ഒന്ന് ഒതുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞു അവിടെ ഒതുക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. നമ്മളവിടെ നിർത്താൻ നമ്മൾ വീണ്ടും പോവുകയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് സമയം പോയി കേട്ടോ. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ചെന്നിട്ട് നമുക്ക് വട്ടവട പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി വട്ടവട പോക്കാനൊന്നും കൂട്ടില്ല. ഒരു 1-2 മണിക്കൂർ നമ്മളിപ്പം ബ്ലോക്കിനകത്ത് കിടന്നു. ഇനിയിപ്പം നമ്മളിപ്പം മറ്റുള്ള പോയിന്റ്സിലൊക്കെ നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്കാണ് വഴിയെല്ലാം. നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് വണ്ടി നിർത്താൻ നോക്കി. അന്നേരം വീണ്ടും പോലീസുകാരൊക്കെ ഇതിലും വഴി വന്നിട്ട് പറഞ്ഞ് വണ്ടി നിർത്താൻ പാടില്ല, വഴി ബ്ലോക്കാണ്. അങ്ങനെ ഭയങ്കര ഒരു കഷ്ടത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര. ശരിക്കും വണ്ടി ഇരുന്ന് ഇന്ന് ടോപ്പ് സ്റ്റേഷൻ ഏരിയ മൊത്തം കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വണ്ടിയിൽ നിന്നുള്ള കാഴ്ചകളും മനോഹരമാണ്. അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന വഴി അല്ലെങ്കിൽ വരുന്ന ഈ വരവ് വെറുതെ ആകില്ല. വഴി ബ്ലോക്കാണെന്ന് അറിയാം, എന്നാലും ഇതേപോലെ ഹോണടിച്ചൊന്ന് പോകും. നമുക്ക് ഒരുപാട് സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. കാഴ്ചകളുള്ള കാഴ്ചകൾ നമുക്ക് മനോഹരമായിട്ട് കാണണമല്ലോ. ഈ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തോട്ടുള്ള ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ആ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാണ്ട്
അപ്പോൾ നമ്മളിപ്പം ഡാമിൻ്റെ ഭാഗത്തോട്ട് എക്കോ പോയിൻ്റ് ആ ഭാഗത്തുണ്ടല്ലോ അവിടെ എത്തി. വീണ്ടും ബ്ലോക്കാണ് ഗൈസ്. നമ്മൾ അടപ്പടലം മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല. ഇപ്പം ഞാൻ മാത്രമല്ലേ ഡ്രൈവ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങി നിന്ന് കാണാമായിരുന്നു, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ നമുക്കിവിടെ വണ്ടി ഇപ്പോൾ ഒതുക്കിയിടാനുള്ള ഒരു സൗകര്യമില്ല. ഇവിടെ എല്ലാം വഴി, ആരും നിർത്തുന്നില്ല. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. മൂന്നാറിൽ ഒരു രീതിയിലും നമുക്ക് അടുക്കാൻ മേലാത്ത തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഒരു സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കാണാനും എല്ലാം ഉണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല. ഇതേപോലെ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ തന്നെ രണ്ട് വശത്തും പാർക്കിംഗ് ആണ്. നടുക്കൂടെ വണ്ടിയും പോകുക, വണ്ടി പോകാൻ മേല, വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്ത് പോകുകയെന്ന് മാത്രമേ ഉള്ളൂ. മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു പോയിന്റിൽ വന്ന്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ എക്കോ പോയിൻറ്റിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, ബോട്ടിങ്ങിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഞങ്ങളിപ്പം കുറച്ച് എക്കോ പോയിൻറ്റിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം ഞങ്ങളൊന്ന് ചെറിയൊരു ഇട കിട്ടിയപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കാണിക്കണ്ടേ, അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് നിർത്തിയതാണ്. ഇനിയിപ്പം കുണ്ടല ഡാമിൻ്റെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് നമുക്ക് ഒരു പിടിയില്ല. ഒരു സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല. വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുണ്ടല ഡാമല്ല, നമ്മുടെ എക്കോ പോയിന്റ് ഇപ്പറയുള്ള ഏരിയയിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് ചെറിയൊരു സ്പേസ് കിട്ടി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അവിടെ ഒന്നും ഇറങ്ങാൻ മേലാത്ത ആൾക്കാരെല്ലാം ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഈ ഒരു ഭാഗത്തോട്ടാണ് വന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഡാമിൻ്റെ ഭാഗമൊക്കെ ബോട്ടിംഗ് ഒന്നും ഇല്ല. ഹലോ, എല്ലാവരും എക്കോ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ കിടന്ന് നല്ല രീതിയിൽ അലറുന്നുണ്ട് കേട്ടോ. ഞങ്ങളും ഒന്ന് അലറി. അപ്പോൾ നമ്മളിതേ എക്കോ പോയിന്റിലാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുണ്ടല ഡാം. ഇപ്പം കുണ്ടല ഡാമിൻ്റെ അവിടെയും നമുക്ക് പ്രത്യേകിച്ച് ഇറങ്ങാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. ശരിക്കും ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് അടപ്പടലം മൂഞ്ചി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്നാൽ അത് വെള്ളമില്ല. ഇതിപ്പം നിങ്ങൾ ഓർക്കും, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നിട്ട് ബോട്ടിംഗ് ഇല്ലെന്ന് ചോദിക്കും. പക്ഷേ ആക്ച്വലി ഞങ്ങളിപ്പം ഈ നമ്മുടെ മഴക്കാലം തുടങ്ങുന്ന സമയത്തോട്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വന്നത്. അതുകൊണ്ട് ഇപ്പം വെള്ളം വരുന്നതേ ഉള്ളൂ. പക്ഷെ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ്, അപാര തിരക്ക്. പിന്നെ തന്നെ നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ആസ്വദിച്ചങ്ങ് പോവുകയാണ് വണ്ടിയിലിരുന്ന് കേട്ടോ. നമുക്ക് ടോപ്പ് സ്റ്റേഷനും ക്ലോസ് ചെയ്യാനുള്ള സമയമായി കാണും. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എങ്ങും ഇറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പം ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളിപ്പം പോകുന്നത്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കോടയുണ്ട്. കോട നിങ്ങൾക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ മുന്നോട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് വിസിബിലിറ്റി എല്ലാം പോയിരിക്കുകയാണ്. എടാ സൂപ്പർ. ഞാൻ ഓർക്കുകയും ചെയ്തു, മൂന്നാർ വന്നിട്ട് ഇന്ന് KSRTC അങ്ങനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. KSRTC കണ്ടു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞതാണ്, മഴക്കാല റൈഡിങ്, ബൈക്കിൽ റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ചങ്ങ് ഒരു യാത്ര നോക്കാം. പിന്നെ ഈ മഴയത്തൊക്കെ ഇങ്ങനെ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ മഴയൊക്കെ ഉള്ള ദിവസങ്ങൾ കോടമഞ്ഞൊക്കെ ഏറ്റ് ഇങ്ങനെ നല്ല സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊന്ന് നമുക്കൊന്ന് മെൻഷൻ ചെയ്തേക്കുക. എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് നമുക്ക് കാണാം ബൈക്കിൽ. നല്ല മഴയാണ് ഗായ്സ്. ഒരു കാര്യം നമുക്ക് പറയാം, മൂന്നാറിൽ മഴയത്തൊരു റൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുള്ളതല്ലാതെ ഇവിടെ വേറെ ഒന്നും നമുക്ക് ഇന്ന് സാധിച്ചിട്ടില്ല. പിന്നെ ഇതൊരു വൈബാണല്ലോ അല്ലേ, ഈ ഒരു ഓരോ പോയിന്റിൽ ഇറങ്ങി കാണുന്നതിലുപരി ഇങ്ങനെ കാറയിൽ മഴയത്ത് മൂന്നാറിൽ കൂടെ ഇങ്ങനെ ചെറിയ ആ ഒരു ഫോഗൊക്കെ അടിച്ച് നമുക്ക് പോകാമല്ലോ. ഞാൻ ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല,
AC ഇട്ടിട്ടില്ല. ശരിക്കും ഇപ്പം മൂന്നാറിലെ ആ ഒരു ക്ലൈമറ്റ് ശരിക്കും ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത് കാറിലാണെങ്കിലും. കണ്ടോ, അങ്ങ് ദൂരെ കോട, അതേപോലെ തന്നെ കാർ, മഴക്കാർ. ശരിക്കും ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടേണ്ട ഒരു ഫീലാണ് നമുക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാറിലായി പോയി എന്നുള്ളത് ഒഴിച്ചാൽ ശരിക്കും ഞാൻ സൈഡ് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിട്ട് ശരിക്കും അത് ആസ്വദിച്ചുകൊണ്ടാണ് ഞാനിപ്പം യാത്ര ചെയ്യുന്നത്. തേയിലത്തോട്ടത്തിൽ നമ്മുടെ ചേച്ചിമാരെല്ലാം തേയിലയൊക്കെ നുള്ളി പാക്കറ്റാക്കി അങ്ങ് വെച്ചിരിക്കുകയെന്ന് വണ്ടി നോക്കിക്കൊണ്ട്. അപ്പം ദേ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലുള്ള കാഴ്ചകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂടമഞ്ഞിങ്ങനെ കയറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും ഓർത്തെന്ന് അറിയാം, നമ്മളെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് തേയിലത്തോട്ടത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ട് വിഷ്വലൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം വണ്ടിയിൽ, ബാക്കിയുള്ളതെല്ലാം ഫാമിലീസ് ആയതുകൊണ്ട്. എന്നാലും ഞാൻ ആരെയും ഇറക്കി നിർത്തിയാനേ. പക്ഷെ ഇപ്പം മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് അട്ടയുടെ ശല്യം കൂടുതലുണ്ടാവും, അതുകൊണ്ട് ആരും ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ കേരളം കഴിഞ്ഞു. സാധാരണ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു തമിഴ്നാട്ടിലെ നല്ല റോഡും കേരളത്തിലെ മോശം റോഡും. ഇപ്പം നേരെ തിരിഞ്ഞു കേട്ടോ. മൊത്തം കുണ്ടും കുഴിയാണ് തമിഴ്നാട്ടിലെ ഈ ഒരു ദേവികുളം വട്ടവള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തം പോയി കിടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം സമയം ഏകദേശം കഴിയാറായി. ടോപ്പ് സെക്ഷനിൽ ചെന്നാൽ ടിക്കറ്റ് കിട്ടൂല്ല എന്നുള്ളത് കണ്ടറിയാം. ഇവിടെയെല്ലാം ഫുൾ കോടയാണ് ഗൈസ്. നല്ല രീതിയിൽ മഴയായിരുന്നു ഗൈസ്. ഇന്നത്തെ യാത്ര മൊത്തം ഞങ്ങളുടെ മഴ കൊണ്ടുപോയി. ഇപ്പം ടോപ്പ് സ്റ്റേഷനിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇടയില്ല, നല്ല തിരക്കും. ഒരു സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്യാൻ ഇടയില്ല, അതിനുള്ള സൗകര്യവും ഇല്ല കേട്ടോ. പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ട് വേണ്ടേ പാർക്ക് ചെയ്യേ. പാർക്കിംഗ് ഏരിയ ഇല്ല, റോഡിൻ്റെ സൈഡെല്ലാം വണ്ടി പാർക്ക് ചെയ്ത്. ഒന്ന് നല്ല കുടമഞ്ഞാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഗോപ്രോയിൽ അത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല, കുറച്ച് അങ്ങോട്ടൊക്കെ മാറിയൊക്കെ കാണാതിരിക്കും. പക്ഷെ ഇവിടെ നല്ല കോടയാണ് കേട്ടോ. ഇതുണ്ടോ, ഫുൾ കോടയാണ്, അങ്ങോട്ടുള്ള ഒന്നും വിസിബിലിറ്റി ഇല്ല. കടകൾ കുറച്ചൊക്കെ അടച്ചു, കുറച്ചൊക്കെ ഇപ്പോൾ ഉണ്ട്. അവിടെ മലയുടെ ചെറിയൊരു അംശമൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾക്ക് കണ്ണിൽ. പക്ഷേ ഇപ്പം അത്രയും ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല, മൊത്തം മൂടും ഫുൾ കോടയാണ്. ഇനി മേളിലോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ കോടയത്ത് കോട നമുക്ക് കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഒരുപാട് കോട കിട്ടാൻ ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ കോട കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ്റെ മേളിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഇപ്പം കാണാൻ പറ്റിയില്ല, മൊത്തവും കുളമഞ്ഞായതുകൊണ്ട്. അപ്പം ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെ ടവറിൻ്റെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കുറേശ്ശെ നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും അങ്ങോട്ടേക്ക് കൂടുതൽ കിട്ടുന്നില്ല. ഈ വിഷ്വൽ വന്നിട്ട് ഗോപ്രോയിലും എടുത്താണ്. ഗോപ്രോയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കോടമഞ്ഞൊന്നും അടുത്താണ് എങ്കിൽ നമുക്ക് കിട്ടത്തൊന്നുമില്ല, കോടമഞ്ഞ് കാണാൻ പറ്റില്ല. പക്ഷേ ദൂരോട്ടുള്ള കോടമഞ്ഞാണെങ്കിൽ നമുക്ക് അവിടുത്തെ വിസിബിലിറ്റി നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്യാമറയിൽ നോക്കിയപ്പോഴത്തേക്ക്, നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ നോക്കിയപ്പോൾ ദൂരോട്ടുള്ള വിഷ്വൽസ് കുറച്ചൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല താത്വികമായിട്ടുള്ള അവലോകനമായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
മഴയാണ്. ഈ മഴയത്ത് ചെറിയൊരു കോണൊക്കെ കഴിക്കാം അല്ലേ? ഞങ്ങളിപ്പം ദേ പുഴുങ്ങിയെടുത്തിരിക്കുന്ന കോൺ ഞങ്ങൾ കഴിക്കുകയാണ്, നല്ല മസാലയൊക്കെ ചേർത്ത്. നമ്മളിത് തിരിച്ചു പോരാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. നമുക്ക് എങ്ങും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇറങ്ങിയെടുത്തോട്ട് നമുക്ക് കാഴ്ചകളും കാണാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത് മഴയാണ്, രണ്ടാമത് മഴക്കാറാണ്, മൂന്നാമത് കോടയാണ്, പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇടയില്ല. മൂന്നാറിലെ രാത്രി ദൃശ്യങ്ങൾ കണ്ടോ ഗൈസ്. എന്ത് ചെയ്യാനാ, നമുക്കിപ്പം വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴും ഇതേപോലെ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾ വലിയ ബസ്സിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കാറേ വരുമ്പോഴും ഇതേപോലെ തിരക്കാണ്. ഒരു രക്ഷയില്ല, ബ്ലോക്കാണ്, വേറൊരു വഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു വഴി മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഫുൾ ബ്ലോക്കിലായിരുന്നു. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് മൂന്നാർ ടൗണിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇതേപോലെ വാലെ കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. നമ്മളെ വെറുതെ സമയം പോകുന്നുള്ളതല്ലാതെ ഒരു രക്ഷയില്ല. നമ്മൾ എന്തെങ്കിലും എൻജോയ് ചെയ്യാനായിരിക്കും നമ്മൾ മൂന്നാർ വരുന്നത്, കാഴ്ചകൾ കാണാൻ വേണ്ടിയായിരിക്കും വരുന്നത്. ഇത് നിരങ്ങി പോകാന്നുള്ളതല്ലാതെ ഈ റോഡിൽ കൂടെ വെറുതെ വരുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ തിരിച്ചു പോയതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ രണ്ട് സൈഡിലും വണ്ടികൾ നിറഞ്ഞു കിടക്കുക. നമുക്ക് വണ്ടി ഇത് പാർക്ക് ചെയ്തിട്ട്, ഇതിപ്പം ഞാൻ മാത്രം പറയുന്നതല്ല, നമ്മളിപ്പം എവിടെ വണ്ടി ഇട്ടാലും അവിടെ ആ വണ്ടി കൊണ്ട് വരുന്ന ഡ്രൈവർമാർ വരെ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യമില്ല. ആകെ ഗ്രോസ് ഗാർഡൻ്റെ അവിടെ വരുമ്പോൾ റിപ്പിൾസിൻ്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതല്ല, വേറെ ഒരു സ്ഥലത്ത് നല്ലൊരു പാർക്കിംഗ് ഇല്ല. മാട്ടുപ്പെട്ടി ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 10-15 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാവരും വഴിയിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്നു. മറ്റുള്ളവർക്ക് പാർക്ക് ചെയ്യാൻ ഒരു ഇടയില്ല. ഫോട്ടോ പോയിന്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിയുടെ അവിടെ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വന്ന് അവിടെ അന്നേരെ ഇതിടുന്നു, പെറ്റിയടിക്കുന്നു. അതേപോലെ നമുക്ക് അവിടെ സൗകര്യമായിട്ട് നമുക്കൊന്ന് വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് വഴിക്ക് വീതിയില്ല, ഒന്നുമില്ല, പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല. ഓരോ സ്ഥലത്തും വ്യൂ പോയിന്റുകളുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊന്ന് ആസ്വദിച്ച് ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, മനസ്സമാധാനത്തോടെ ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും പറ്റത്തില്ല. അതേപോലെ വണ്ടി തിരക്ക്. നമ്മൾ അവധി ദിവസങ്ങളിലാണല്ലോ വരുന്നത്. അപ്പം പലരും ചോദിക്കായിരിക്കും, അവധി ദിവസങ്ങൾ എന്തിനാണ് വെച്ച് കെട്ടി മൂന്നാറിലോട്ട് പോകുന്നതെന്ന്. നമുക്ക് അവധി കിട്ടുമ്പോഴാണല്ലോ നമുക്ക് വരാൻ പറ്റുന്നത്. ആ അവധിക്ക് വരുമ്പോഴത്തേക്ക് ഇതേപോലെയാണ്, ഭയങ്കര തിരക്കും. അതേപോലെ തന്നെ പിള്ളേർക്ക് അവധി ഉള്ളപ്പോഴും എല്ലാമൊക്കെയാണല്ലോ, എല്ലാവർക്കും കൂടെ സൗകര്യം കിട്ടുമ്പോഴാണല്ലോ വരുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഒന്ന് നീങ്ങിയിട്ടുണ്ട്. കുറേ നേരത്തിന് ശേഷമാണ് ഒന്ന് നീങ്ങിയിരിക്കുന്നത്. ഇതേപോലെ മണിക്കൂറുകളായി നമ്മൾ വെറുതെ സമയം പോവാണ്. മൂന്നാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മളിപ്പം ഗ്യാപ്പ് റോഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ലായിരിക്കും. ടോപ്പ് സ്റ്റേഷനോട്ട് പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരു ദിവസം വണ്ടിയിലിരുന്ന് പോകും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, വണ്ടിയിലിരുന്നത്. ഇപ്പം ഞാൻ മാത്രം പറയുന്നതല്ല, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഈ വഴി കൂടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും അത് തന്നെയാണ്. ബസ്സിൽ വന്നവർ അവർക്ക് തുള്ളി അവർ പാട്ടും പാടി അവർ ഡാൻസും കളിച്ചാൽ അവർക്ക് ടൈം പോയി കാണും. പക്ഷെ നമ്മുടെ വണ്ടി, നമ്മുടെ കാറും കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇതേപോലെ ഇങ്ങനെ വാല കിടക്കാന്നുള്ളതല്ലാതെ നമുക്കൊരു സ്വസ്ഥമായിട്ടോ മനസമാധാനത്തോടെയോ ഒന്നും നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഒന്ന് കാണാൻ പറ്റുമോ, ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ വെറുതെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർക്കും പ്രശ്നമാണ്. കാരണം നമുക്ക് വണ്ടി ഒന്നും സ്ഥലത്ത് നിർത്തിയിട്ട് സാധനങ്ങൾ മേടിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു കാപ്പി കുടിക്കണോ എന്നൊക്കെ വിചാരിച്ചാലും പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് നഷ്ടമാണ് ഈ ഒരു പ്രശ്നം. പക്ഷെ അത് ഈ അധികാരികളൊന്നും വേണ്ട. അധികാരികൾ ഈ മൂന്നാർ ഇതേപോലെ ജനസഞ്ചയങ്ങൾ ഒഴുകിയെത്തുന്ന ഈ ഒരു ടൂറിസം കേന്ദ്രത്തിൽ, ടൂറിസം നമ്മുടെ കേരളത്തിലെ ടൂറിസം സ്പോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിലെ വരുന്ന സ്ഥലമാണ് മൂന്നാർ. ആ മൂന്നാറിൽ ഇതേപോലത്തെ ഒരു സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും വൃത്തിയില്ലായ്മയുണ്ട്. ഇത്രയും ആൾക്കാരൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെയാണ്. കുറച്ചൊക്കെ വൃത്തിയൊക്കെ ആയിട്ട് നോക്കേണ്ടത്. അവർ വൃത്തി പോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതേപോലെ സൗകര്യങ്ങൾ, അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് കാഴ്ചകൾ കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ വഴി വെച്ചിരിക്കുന്ന കടകളിൽ കയറണമെന്നുണ്ടെങ്കിൽ വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് വഴിയുടെ സൈഡിൽ പാർക്കിംഗ് ഏരിയ ഇല്ല. നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അഥവാ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം പോലീസുകാർ വന്നിട്ട് പറയും മാറിക്കോ, ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല എന്ന് പറയും.
നമുക്ക് ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ പറഞ്ഞതിനെ റിപ്പീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് അനുഭവിച്ച കാര്യമാണ്. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. ഇത് പലപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആഭാസം. അത് തന്നെ വേണം പറയാൻ വേണ്ടി. കാരണം ഇതേപോലെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് ഒരു അത്യാവശ്യപരമായിട്ടുള്ള ഒരു കാര്യമില്ല. ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം തമിഴ്നാടായതുകൊണ്ട് വഴി മോശമാണ്. അതുകൊണ്ടൊന്നും പറയുന്നില്ല. തമിഴ്നാട്ടിൽ കാരണം നമ്മളിപ്പം കേരളത്തിലാണല്ലോ, അപ്പം തമിഴ്നാട്ട് ഭാഗമാണ് ടോപ്പ് സ്റ്റേഷൻ. അവിടുത്തെ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതേ വണ്ടി ഒന്ന് ഇച്ചിരി മൂവായിട്ട് ഒത്തിരി പോകുന്നുണ്ട്. ഒരു മിനിറ്റ് പോലും ഓടത്തില്ല. അതിന് മുന്നേ തന്നെ വേണ്ടേ വീണ്ടും സ്റ്റോപ്പായി. ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി. ഇതൊക്കെ ആരെങ്കിലും കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ അധികാരികളെ. ഒരു സൗകര്യം ഇല്ലാത്ത ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെ ഏരിയയിലോട്ടാണ്. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡാണ്. ഇപ്പം അധികാരികൾ ചോദിക്കും നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല. എല്ലാം മായ്ച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. നമുക്ക് ഇതേണ്ട ഇതേപോലെ നിരങ്ങി പോകും. രാവിലെ തൊട്ട് ഞങ്ങൾ അനുഭവിച്ചതാണ്. ഞാനല്ല, എനിക്കും എൻ്റെ മുന്നേ ഉള്ള എല്ലാം അനുഭവിച്ചതാണ്. അപ്പം ഇതേപോലെ ഞങ്ങൾ നിരങ്ങി പോവുകയാണ് കേട്ടോ. വഴി നീളെ ഇങ്ങനെ കിടക്കുകയാണ്.